ഹലോ മൈ ഡിയേഴ്സ്, നമ്മളിന്ന് വിജയകരമായി ഡേ 10 പൂർത്തിയാക്കി പോവുകയാണ്. ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പേര് മാന്ത്രിക ധൂളി. ധൂളി എന്ന് പറഞ്ഞാൽ പൊടി എന്നിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇമാജിനേഷനാണ്. അപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള 12 ലോസിനകത്ത് ഒരു ലോ ആയിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിനെ വേണമെങ്കിൽ കരുതാം. കാരണം ഓരോ ദിവസവും ഏത് പ്രാക്ടീസ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഒരു ഘടകമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്കിൽ പ്രധാനമായിട്ടും നമ്മൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചിരിക്കുന്ന 10 ആൾക്കാർക്ക് വേണ്ടിയിട്ട് നന്ദി പറയുക. ശരിക്കും ഈ ഒരു ടൈമിൽ ഒന്നുകിൽ നിങ്ങൾക്കിത് ഇമാജിനേഷനിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഡെയിലിയും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും സേവനങ്ങളൊക്കെ അനുഷ്ഠിക്കത്തില്ലേ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടോ ആമസോണോ അങ്ങനെയുള്ള ഡെലിവറി ബോയ്സൊക്കെ വരുമ്പോഴോ നിങ്ങൾക്ക് സൊമാറ്റോ വഴിയിട്ടോ എന്ത് തരത്തിലുള്ള കാര്യങ്ങളായാലും, ഇനി ഒരു ഗ്യാസ് കൊണ്ടുവരുന്നവരായാലും കറണ്ട് ചാർജിൻ്റെതായാലും എന്തുമായിക്കോട്ടെ നമ്മൾക്ക് തരുന്ന സേവന വ്യവസ്ഥകൾ തരുന്ന, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹരിതകർമ്മസേന ആയാലും അവരെല്ലാം, അല്ലെങ്കിൽ ശുചീകരണ തൊഴിലാളികളുണ്ട്, ഹോസ്പിറ്റലിലുള്ള ആൾക്കാരുണ്ട്, ടെലിഫോൺ ഓപ്പറേറ്റർമാരുണ്ട്, അങ്ങനെ 100 കണക്കിന് മേഖലകളാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് നാം അറിയാതെ പല രീതിയിൽ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. ചില വ്യക്തികളൊക്കെ നമ്മളോട് മോശമായിട്ട് പെരുമാറും, പക്ഷേ ഒരിക്കലും നമ്മൾ അവരെ പറ്റിയിട്ട് നെഗറ്റീവ് ചിന്തിക്കരുത്. കാരണം ആ വ്യക്തിയുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആ വ്യക്തിനോട് പെരുമാറാൻ. കാരണം മേ ബി അവർക്ക് അന്നൊരു ബാഡ് സിറ്റുവേഷൻ ആയിരിക്കാം, മേ ബി അവരുടെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാവാം, ഓർ അവരോട് ആരെങ്കിലും വഴക്കിട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവാം, എനിത്തിങ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ അറിയാതെ നമ്മളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാണെങ്കിൽ പോലും നമ്മൾ തിരിച്ച് ആ രീതിയിൽ പ്രവർത്തിക്കരുത്. കാരണം നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു വൈബ്രേഷനുമായിട്ട് കറക്റ്റ് മാച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് മുതൽ ഒഴിവാക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല പറയുന്നത്. കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. കാരണം അതത്രയും അച്ചട്ടാണ്. അതായത് ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മാന്ത്രിക ധൂളി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾക്കിപ്പോൾ ഒരു ആരെങ്കിലും സേവനം അനുഷ്ഠിച്ചു, അപ്പോൾ അവർ നമ്മൾ താങ്ക് യു എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാന്ത്രിക പൊടി ഇങ്ങനെ അവരുടെ ശരീരത്ത് വിതറുന്നതായിട്ട് ഇമാജിൻ ചെയ്യുകയോ റിയലി ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു നാണക്കേടൊക്കെ തോന്നുമായിരിക്കും, പക്ഷേ ക്രമേണ അത് നമുക്കങ്ങ് ശീലമാകും. നമ്മൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ഫേസിൽ തന്നെ നോക്കിയിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർ അവരുടെ മുഖത്ത് നോക്കാതെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊന്നും അത്രയും വാല്യൂ ഇല്ല. കൃത്യമായിട്ട് അവരുടെ ഫേസ് ടു ഫേസ് നമ്മൾ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ശരിക്കും നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരാൾ സേവനം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി വെറുതെ ഒരു താങ്ക് യു പറയുന്നതിനേക്കാൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ താങ്ക് യു എന്നിട്ടുള്ള കാര്യം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമുക്കൊരു ഡെലിവറി ബോയ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളി എന്നെ 2-3 പ്രാവശ്യം ഫോണിൽ വിളിച്ച സമയത്ത് ഫോണങ്ങ് കട്ടായി പോകുമായിരുന്നു. അപ്പം മെസ്സേജ് വന്നു, നിങ്ങളുടെ ഓർഡർ അൺഡെലിവേർഡ് ആവാൻ പോവുകയാണ്, ഇത് നിങ്ങൾ റെസ്പോൺസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് വേണമെങ്കിൽ ഇത് തിരിച്ച് വിളിക്കാൻ. ഇപ്പോൾ ഫോൺ എൻ്റെ സ്റ്റക്കായി പോയതുകൊണ്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും വിളിച്ചു. അപ്പം പുള്ളിക്കാരനും കുറച്ച് സ്ഥലം കണ്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വന്നു. അപ്പം എന്തായാലും പക്ഷേ ഞാൻ വിചാരിച്ച സാധാരണയാണെങ്കിൽ ചില ആൾക്കാരാണെങ്കിൽ നമ്മളോട് ഷൗട്ട് ചെയ്യത്തില്ലേ, പക്ഷേ ആ പുള്ളിയാണെങ്കിൽ ഒന്നും പറയാതെ, ഞാൻ അന്നേരം ആ ഒരു ടൈമിൽ ഇത്രയും നേരം അതായത് നമ്മുടെ ഭാവം കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവും നമ്മൾ ഏത് രീതിയിലുള്ള വ്യക്തിയാണ്. ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിയും ഈവൻ അവർ ടെൻഷൻ ആണെങ്കിൽ പോലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ പോലും നമ്മുടെ എനർജി ലെവൽ അനുസരിച്ച് മാത്രമേ ഒരു വ്യക്തി നമ്മളോട് റിയാക്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തിയോട് നമ്മൾ എന്താണ് ഇത്രയും നേരം എനിക്ക് വേണ്ടിയിട്ട് നോക്കിയിരുന്നത്, ആ ഒരു രീതിയിൽ അതിനുവേണ്ടി ഞാൻ താങ്കൾക്ക് നന്ദി പറയുന്നു എന്നിട്ടുള്ള രീതിയിൽ അത്രയും ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുത്തിട്ട് വേണം ഒരു വ്യക്തിയോട് നമ്മൾ നന്ദി പറയാൻ വേണ്ടി. ഒരു ചടങ്ങ് പോലെ ചില ആൾക്കാർ നന്ദി, താങ്ക് യു, സോറി, അല്ലെങ്കിൽ താങ്ക്സ്, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നിങ്ങളിന്ന് ചെയ്യുവാണെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കണം. ഇനിയും നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ
നമ്മൾക്കൊരു റൂം എടുക്കുകയോ എന്തുമായിക്കോട്ടെ, ചില വ്യക്തികൾ നമ്മളെ നോക്കാറ് പോലുമില്ല. പക്ഷെ നമ്മൾ ആ വ്യക്തിയുടെ കണ്ണിൽ നോക്കിയിട്ട് തന്നെ, അല്ലെങ്കിൽ ഫേസിൽ നോക്കിയിട്ട് തന്നെ വേണം നന്ദി പറയാൻ വേണ്ടിയിട്ട്. എങ്കിലും മാത്രമേ നമ്മൾ ഈ കൊടുക്കുന്നത് തിരിച്ച് അതുപോലെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പം ഏതെങ്കിലും വ്യക്തികളുടെ സേവനങ്ങളോ ഒക്കെ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം? ആ വ്യക്തിയോട് നമ്മുടെ ഹൃദയം അർപ്പിച്ച് തന്നെ നന്ദി പറയണം. എങ്കിൽ മാത്രമേ തിരിച്ച് നമ്മൾക്ക് എന്തായിട്ട് വരത്തുള്ളൂ? 100 ഇരട്ടിയായിട്ട് ആ ഒരു പവർ നമ്മൾക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു മാന്ത്രിക ആയിട്ട്, അതായത് ഈ ഗ്രാറ്റിറ്റ്യൂഡിന് അത്രമേൽ ശക്തിയാണ്. അതായത് ഒറ്റ ദിവസം പോലും നമ്മൾ ഓരോ നിമിഷവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങളൊന്ന് നന്ദി പറഞ്ഞു നോക്കുക. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇന്ന് നിങ്ങൾ 10 സർവീസ് മേഖലയിലുള്ള ആൾക്കാർക്ക് മനസ്സിൽ സങ്കല്പിച്ചിട്ടോ നേരിട്ട് നിങ്ങൾക്ക് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ എന്തുമായിക്കോട്ടെ, ആ വ്യക്തിന് മനസ്സുകൊണ്ട് ഇന്ന കാര്യത്തിന് താങ്കളോട് നന്ദി പറയുന്നു എന്നിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ട് ശരിക്കും നമ്മുടെ കൈകൊണ്ട് അവരുടെ മേലോട്ട് മാന്ത്രിക ധൂളി വിതറുന്നത് പോലെ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് അവർക്കൊരു പ്രൊട്ടക്ഷൻ പോലെ തന്നെ കിട്ടുകയും ചെയ്യും. ആ വ്യക്തിയുടെ മനസ്സിലൊരു പരിവർത്തനം ഉണ്ടാവുകയും ചെയ്യും. തിരിച്ച് അതിൻ്റെ 100 ഇരട്ടി ശക്തിയായിട്ട് ആ ഒരു പവർ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ സോളിൻ്റെ പവർ ഹൈ ആവുകയും ചെയ്യും. അപ്പം നിങ്ങളിത് പ്രാക്ടീസ് 100% ചെയ്യുക. ശരിക്കും ചില അവസരങ്ങളിലൊക്കെ നമ്മുടെ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളിതൊക്കെ മാറിപ്പോകും. പക്ഷെ എന്നാലും നമ്മൾ തിരിച്ചു വന്നിട്ട് അതേ രീതിയിൽ തന്നെ നമ്മുടെ പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രക്രിയയാണ് ഞാനിന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച്, നമ്മളെ അറിയാത്തവരായിക്കോട്ടെ, ചിലപ്പോൾ നമ്മളോട് ചാടുന്നവരായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മളെ അതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ പവർഫുള്ളാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മളുടെ ഓരോ പ്രവൃത്തികളും ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു ശകലം പോലും ഈഗോയ്ക്കോ അഹങ്കാരത്തിനോ സ്ഥാനം കൊടുക്കരുത്. പകരം മറ്റുള്ള വ്യക്തികളെ നമ്മളെപ്പോലെ തന്നെ ട്രീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കാരണം അവരെല്ലാം ഒരച്ഛൻ്റെയോ അമ്മയുടേതോ ഒക്കെ ആയിട്ടുള്ള മക്കളാണ്. അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവരുടെ സർവീസ് കൊണ്ട് അവർ ഈ ഒരു ജന്മത്തിൽ ആ ഒരു സർവീസ് ചെയ്യാനായിരിക്കും വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരൊരിക്കലും താഴെ ലെവലിലുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഏത് സർവീസ് ആയാലും അതിന് തക്കതായിട്ടുള്ള വാല്യൂസ് നിങ്ങൾ കൊടുത്തിട്ട് ഇന്നൊരു 10 പേരെ നിങ്ങൾ ആ രീതിയിൽ ബ്ലെസ് ചെയ്യുക. തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ലൈഫിൽ നിങ്ങൾക്ക് അബണ്ടൻസ് ക്രിയേറ്റ് ആവും. 100% മാറ്റമുണ്ടാകും. താങ്ക് യു.